സൗദി, പാകിസ്ഥാൻ, തുർക്കി എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ഒപ്പുവെച്ച മക്ക പ്രതിരോധ കരാർ പുതിയൊരു രാഷ്ട്രീയ സമവാക്യം കൂടി സൃഷ്ടിച്ചിരിക്കുകയാണ്. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയും പോലെയാണ് പുതിയ സംയുക്ത കരാർ. കരാറിനെ ചുറ്റിപ്പറ്റി ഒരുപാടുണ്ട് ആശങ്കകളും നിഗൂഢതകളും. സൗദിക്ക് തുർക്കിയുമായും പാകിസ്ഥാനുമായും നിലനിൽക്കുന്ന കരാറുകൾക്കെല്ലാം മുകളിലാണ് നിലവിലുള്ള പുതിയ കരാർ. സംയുക്ത സൈനിക വലയവും സംരക്ഷണവുമാണ് കരാറിൻ്റെ പ്രധാന ആകർഷണം. എന്നാൽ ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായ കുറുക്കൻ താൽപ്പര്യങ്ങൾ കരാറിലൂടെ ഉണ്ട് താനും. മേഖലയിലെ സുസ്ഥിരതയും സമാധാനവും സുരക്ഷയും ഉറപ്പാക്കലാണ് ലക്ഷ്യമെന്ന് പറയുമെങ്കിലും അതൊരു മൂടുപടമാണ്. ആ മൂടുപടം നീക്കിയാൽ പാകിസ്ഥാനിൻ്റെയും തുർക്കിയുടെയും പുറകിൽ അമേരിക്കയുടെ താൽപ്പര്യം തന്നെയാണോ എന്ന സംശയവും അതിശക്തമാണ്. മക്കയിൽ വെച്ചാണ് പുതിയ കരാറിൽ ഭരണാധികാരികൾ ഒപ്പുവെച്ചിരിക്കുന്നത്. അതിലുമുണ്ട് ചില സംസാരങ്ങൾ. മക്ക എന്ന പേര് കൊണ്ടുവന്ന് ഒരു ആത്മീയ പരിവേഷം കൂടി കരാറിന് നൽകാൻ സൗദിക്ക് താല്പര്യമുണ്ടായതുകൊണ്ടാണോ ഈ നീക്കമെന്നും ചർച്ചകൾ നടക്കുന്നു. മക്ക സംയുക്ത പ്രതിരോധ കരാറുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന നിഗൂഢതകളിലേക്കും ആശങ്കകളിലേക്കുമാണ് ഇന്നത്തെ ഫാക്ട് ആൻഡ് ഫോക്കസ്. ഒരു വർഷം നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിൽ മക്കയിൽ വെച്ച് സൗദിയും പാകിസ്ഥാനും തുർക്കിയും സംയുക്ത പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് ഉർദുഗാൻ, സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് എന്നിവരാണ് അതത് രാജ്യങ്ങൾക്ക് വേണ്ടി കരാറിൽ ഒപ്പുവെച്ചത്. സൗദിക്ക് ഈ രാജ്യങ്ങളുമായി മുമ്പും ഒറ്റയ്ക്കുള്ള കരാറുകളുണ്ട്. പാകിസ്ഥാനുമായി സൗദിക്ക് SMDA അഥവാ സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് അഗ്രിമെന്റ് കഴിഞ്ഞ വർഷം തന്നെ നിലനിൽക്കുന്നുണ്ട്. തുർക്കിയുമായും ഡ്രോണുകളും മറ്റും കൈമാറ്റം ചെയ്യുന്ന കരാറും സൗദിക്ക് നിലനിൽക്കുന്നുണ്ട്. ഇതിനെല്ലാം മുകളിലാണ് ഇപ്പോൾ മക്ക സംയുക്ത പ്രതിരോധ കരാർ. ഓൾറെഡി സമാനമായ കരാർ നിലനിൽക്കുമ്പോൾ പിന്നെ എന്തിനാണ് സാർ ഇനി ഇതിനു മുകളിൽ മറ്റൊരു കരാറെന്നും പാകിസ്ഥാനുമായി ഈ വർഷം ഇതെത്രാമത്തെ കരാറാണ് സൗദി ഉണ്ടാക്കുന്നതെന്നുമൊക്കെ തമാശകൾ സോഷ്യൽ മീഡിയകളിൽ പ്രചരിക്കുന്നുണ്ട്. തമാശകളെല്ലാം അവിടെ നിൽക്കട്ടെ, ചില നിഗൂഢതകളും ആശങ്കകളും കൂടിയുണ്ട് പുതിയ കരാറിൽ. കരാറിലുള്ള ഏത് രാജ്യത്തെ തൊട്ടാലും ഒരുമിച്ചുള്ള പ്രതിരോധം ഉണ്ടാവുമെന്നാണ് കരാറിലെ പ്രധാന വ്യവസ്ഥ. അതിൻ്റെ പ്രായോഗികതയിലാണ് വിഷയം. സൗദിയെ ആക്രമിച്ചാൽ തുർക്കിയും പാകിസ്ഥാനും ചേർന്ന് പ്രതിരോധിക്കുമോ എന്നത് ഒരാശങ്കയുള്ള ചോദ്യമാണ്. സൗദിക്കാണെങ്കിൽ ഇറാനിൻ്റെ പ്രത്യാക്രമണ ഭീഷണി ആവോളം ഉണ്ട് താനും. പറയുമ്പോൾ നാറ്റോയിലെ രണ്ടാമത്തെ വലിയ സൈനിക ശക്തിയാണ് തുർക്കി. പാകിസ്ഥാനാണെങ്കിൽ ന്യൂക്ലിയർ ആംഡ് ക്ലബിലുള്ള രാജ്യവും. ഇരു രാജ്യങ്ങളും ഫലത്തിൽ ശക്തർ തന്നെ, സംശയമില്ല. പക്ഷേ ഇറാനിൻ്റെ പ്രത്യാക്രമണങ്ങൾ സൗദിക്ക് നേരെ സംഭവിക്കുമ്പോൾ ഈ ശക്തി പ്രകടനം ഉണ്ടാവുമോ എന്നതിലാണ് ആശങ്ക. സാധ്യത കുറവാണ് എന്നത് തന്നെയാണ് വളരെ വ്യക്തമായ ഉത്തരം. എങ്കിലും നേരിയ സാധ്യതകൾ അപ്പോഴും ബാക്കിയുണ്ട്. സംയുക്ത പ്രതിരോധ വ്യവസ്ഥ കഴിഞ്ഞാൽ പിന്നെ ഓരോ രാജ്യങ്ങൾക്കും ഇതിലുള്ള കുറുക്കൻ കണ്ണുകളെക്കുറിച്ച് പറയാം. ആദ്യം തുർക്കിയിലേക്ക് വരാം. നാറ്റോ സഖ്യത്തിലുള്ള രാജ്യമാണ് തുർക്കി. അമേരിക്കയുടെയും നാറ്റോയുടെയും സംരക്ഷണമുള്ള രാജ്യം. തുർക്കിക്ക് അമേരിക്കയെ വേണമെങ്കിലും ആകെ പ്രശ്നം കിടക്കുന്നത് അമേരിക്കയുടെ പ്രവചനാതീതമായ പെരുമാറ്റങ്ങളിലും നയങ്ങളിലുമാണ്. സൗദിയുമായി ഡ്രോണുകളും മറ്റും കൈമാറ്റം ചെയ്യാനുള്ള കരാർ തുർക്കിക്ക് ആദ്യമേയുണ്ട്. ഇപ്പോൾ എന്തിന് ഇതിലേക്കെന്ന് കൂടി ചോദിച്ചാൽ പ്രധാന നോട്ടം കച്ചവടത്തിലേക്ക് തന്നെ. ആയുധ കച്ചവടങ്ങൾ, സൈനിക വിന്യാസം, ലോജിസ്റ്റിക്സ് എന്നിവയൊക്കെയാണ് തുർക്കിയുടെ പ്രധാന താല്പര്യങ്ങൾ. കൂടെ പാകിസ്ഥാനിൻ്റെ ന്യൂക്ലിയർ അംബർലയിലേക്ക് ചേർന്നിരിക്കാമെന്നതും അതുകൊണ്ട് നേട്ടമുണ്ടായേക്കുമെന്നതും മറ്റു ചില താല്പര്യങ്ങളാണ്. സാങ്കേതിക വിദ്യ കൈമാറ്റത്തിനുള്ള വ്യവസ്ഥകളും കരാറിലുണ്ട് താനും. ഇനി പാകിസ്ഥാനിലേക്ക് വരാം. അമേരിക്കയുടെ പ്രോക്സിയാണ് പാകിസ്ഥാൻ എന്നതിൽ ആർക്കും സംശയമില്ല. സൗദിയുമായി മുമ്പും പാകിസ്ഥാന് കരാറുകളുണ്ട്. കഴിഞ്ഞ വർഷം ഒപ്പുവെച്ച സ്ട്രാറ്റജിക് മ്യൂച്വൽ ഡിഫൻസ് അഗ്രിമെന്റ് അതിലൊന്നാണ്. ആ കരാറ് പ്രകാരം എയർ ഡിഫൻസ് സംവിധാനവും JF-17 ഫൈറ്റർ വിമാനങ്ങളും ഉൾപ്പെടെ പലതും സൗദിക്ക് നൽകുകയും ചെയ്തിരുന്നു. സൗദിക്ക് നേരെയുള്ള ഇറാൻ പ്രത്യാക്രമണങ്ങളും ഹൂത്തി ആക്രമണങ്ങളും പ്രതിരോധിക്കാൻ സൗദിക്ക് ഇതൊരുപാട് ഉപകരിച്ചിട്ടുമുണ്ട്. ആ കച്ചവടം ഇനിയും പൊടിപൊടിക്കുമെന്നത് തന്നെയാണ് പാകിസ്ഥാനിനുള്ള പ്രധാന നേട്ടം. ഇതിനോടുകൂടെ സൗദി പാകിസ്ഥാന് നൽകിയ $8 ബില്യൺ മുകളിലുള്ള കടം തിരിച്ചു നൽകാൻ സമയം കൂടുതൽ ലഭിക്കുകയും വേണ്ടിവന്നാൽ ഇനിയും കടം ലഭിച്ചേക്കുമെന്നതൊക്കെയാണ് പാകിസ്ഥാനിൻ്റെ കണക്കുകൂട്ടൽ. ഇനി കരാറിന് ആതിഥേയരായ സൗദിയുടെ കണക്കുകൂട്ടലുകളിലേക്ക് വരാം. പ്രതിരോധം ശക്തമാക്കാനുള്ള തിടുക്കം തന്നെയാണ് പ്രധാനം. വളരെ ദുർബലമായ ആർമിയാണ് സൗദിയുടേത്. പാകിസ്ഥാനിൻ്റെ സഹായങ്ങൾ വലിയ ഉപകാരമുണ്ടായിട്ടുണ്ട് സൗദി ആർമിക്ക്. ഈ കരാറിലൂടെ ഇനിയും നേട്ടങ്ങൾ ഉണ്ടാവുമെന്നത് തന്നെയാവും സൗദിയുടെ ഉള്ളിലിരിപ്പ്. കൂടെ പാകിസ്ഥാനിൻ്റെ ന്യൂക്ലിയർ അംബർലയിൽ ഇടം കിട്ടുന്നതും സ്വാഭാവികമായും മനസ്സിലുണ്ടാവും. തുർക്കിയെ ഈ കരാറിലേക്ക് വിളിച്ചു ചേർത്തതിലും അത്തരത്തിലുള്ള ശക്തമായ താല്പര്യങ്ങൾ സൗദിക്കുണ്ട്. തുർക്കിയുടെ ലോകോത്തര നിലവാരമുള്ള ആയുധ സൗകര്യങ്ങളും ഉപകരണങ്ങളും കൂടിയാണ് കരാറിലൂടെ സൗദിക്കു മുന്നിൽ തുറക്കപ്പെടാൻ പോകുന്നത്.
ശക്തമായ നാവികസേനയുള്ള തുർക്കി കപ്പൽ ഗതാഗത ഊർജ്ജ വിതരണ പാതകൾ സംരക്ഷിക്കുന്നതിനായുള്ള സൗദി അറേബ്യയുടെ പുതിയ സമുദ്ര സുരക്ഷാ പദ്ധതികളെ സജീവമായി പിന്തുണച്ചതും സൗദിയുടെ പ്രതീക്ഷയാണ്. രണ്ട് രാജ്യങ്ങളെയും കൂട്ടുപിടിക്കുന്നതിലൂടെ യൂറോപ്പ്, മധ്യപൂർവേഷ്യ, ദക്ഷിണേഷ്യ എന്നിവിടങ്ങളിലായി പ്രതിരോധ സംവിധാനം വ്യാപിപ്പിക്കാനാവുമെന്നൊക്കെയാണ് സൗദിയുടെ മനസ്സിലുണ്ടാവുക. സൗദി ആക്രമിക്കപ്പെടുമ്പോൾ തുർക്കിയും പാകിസ്ഥാനും സഹായിച്ചാലും ഇല്ലെങ്കിലും നേരത്തെ പറഞ്ഞ കൈമാറ്റങ്ങളും സഹായങ്ങളും സൗദിക്ക് എന്തായാലും ഉപകാരപ്പെടും. അതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഇനി പ്രധാനപ്പെട്ട സംശയത്തിലേക്ക് വരാം. പാകിസ്ഥാനിൻ്റെയും തുർക്കിയുടെയും പുറകിൽ അമേരിക്ക തന്നെയാണോ? അമേരിക്കയുടെ മുഖം മിഡിൽ ഈസ്റ്റിൽ നഷ്ടപ്പെട്ടിട്ട് മാസങ്ങൾ ഒരുപാടായി. മിഡിൽ ഈസ്റ്റിന് അമേരിക്കൻ സംരക്ഷണമുണ്ടെന്നതൊക്കെ പൊള്ളയായിരുന്നുവെന്ന് ഇറാനിൻ്റെ ആക്രമണങ്ങൾ എന്നോ തെളിയിച്ചു കഴിഞ്ഞു. അമേരിക്ക ലോക പോലീസിംഗ് കുപ്പായമൊക്കെ അഴിച്ചു വെക്കേണ്ടി വന്നു. അതൊക്കെ മടക്കി അലമാരയിൽ വെച്ച ശേഷം ഇപ്പോൾ പുറകിലൂടെ ചരട് വലിക്കുകയാണോ എന്നതിലേക്കാണ് അതിശക്തമായ സംശയങ്ങൾ നിലനിൽക്കുന്നത്. അതിന് കൃത്യമായ ഉത്തരമില്ല. ആ സാധ്യത തള്ളിക്കളയാനും വയ്യ. മിഡിൽ ഈസ്റ്റും അവിടുത്തെ എണ്ണക്കച്ചവടവും പരോക്ഷമായി നിയന്ത്രിക്കാനുള്ള അമേരിക്കൻ താല്പര്യമാവാം ഒരുപക്ഷെ പാകിസ്ഥാനെയും തുർക്കിയെയും പുതിയൊരു കരാറിലേക്ക് കൂടി എത്തിച്ചത്. എന്തായാലും മക്ക സംയുക്ത പ്രതിരോധ കരാർ പല കാര്യങ്ങൾ കൊണ്ട് അതിശ്രദ്ധ നേടുകയാണ്. കരാറിൻ്റെ വ്യവസ്ഥകളുടെ ഭാവി കണ്ടു തന്നെ അറിയണം. ഇന്ത്യക്ക് ഭീഷണിയാവാൻ സാധ്യതയില്ല പുതിയ കരാർ. പാകിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ പ്രശ്നങ്ങളിലേക്ക് സൗദിയും തുർക്കിയും തലയിടാനും സാധ്യത നന്നേ കുറവാണ്. ഇന്ത്യ സൗദിക്ക് വെറുമൊരു രാജ്യമല്ല എന്നത് തന്നെയാണ് പ്രധാന കാരണം. ഇതിനപ്പുറം കാര്യങ്ങൾ വ്യക്തമാവണമെങ്കിൽ കുറച്ചുനാൾ കഴിഞ്ഞു കടക്കുക തന്നെ വേണം.